നിന്നെയും മുകുന്ദനെയും കണ്ടാലറിയാം പരസ്പരം സ്നേഹിച്ച് കഴിയുന്നവരാണെന്ന്. ഞങ്ങളെ കണ്ട അങ്ങനെ തോന്നുവോ? ഗിരിയേട്ടൻ അങ്ങനെ പ്രേമിച്ച് പുറകെ നടക്കാനൊന്നും അറിയില്ല ചേച്ചി. അല്ലാതെ ഇഷ്ടക്കുറവുകൊണ്ടൊന്നും അല്ല. ഞാനും ആദ്യം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു വിചാരിച്ചത്. പക്ഷേ പിന്നീട് ഗിരിയേട്ടൻ എന്നെ സ്നേഹിക്കാൻ കഴിയാത്തോണ്ടാണോന്ന് എനിക്ക് തോന്നി തുടങ്ങി. എന്തൊക്കെ പറഞ്ഞാലും ഗിരിയേട്ടനെ കൊണ്ട് നിർബന്ധിച്ചിട്ടല്ലേ എന്നെ കല്യാണം കഴിപ്പിച്ചത്. നിങ്ങൾ കല്യാണത്തിന് മുമ്പേ കുറെ കാലം പ്രേമിച്ചതുകൊണ്ടാവും ഇപ്പോഴും ഈ സ്നേഹത്തില് തുടരുന്നത്. അതിന് നിങ്ങൾ കല്യാണത്തിന് മുൻപ് പ്രേമിച്ചിട്ടില്ല എന്ന് ആരാ പറഞ്ഞേ? ചേച്ചി അറിയാതെ സ്കൂൾ കാലം മുതല് ഗിരിയേട്ടൻ ചേച്ചിയെ വൺ സൈഡ് ആയിട്ട് പ്രേമിച്ചിട്ടുണ്ടല്ലോ. ആ അത് ശരിയാ. ആ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞങ്ങളെക്കാൾ എത്രയോ വർഷങ്ങൾ മുൻപ് നിങ്ങളുടെ പ്രണയം തുടങ്ങിയതാ. ഗിരിയേട്ടന് ചേച്ചിയെ ഇത്രയും കാലമായിട്ട് ഇഷ്ടമായിരുന്നിട്ട് പോലും ചേച്ചിയെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് കരുതി ഗിരിയേട്ടനത് ഉള്ളിൽ കൊണ്ടു നടക്കുക മാത്രല്ലേ ചെയ്തേ. ചേച്ചി അത്രമാത്രം സ്നേഹിക്കുന്ന ഒരാളെ ഇപ്പൊ സംഭവിച്ച ഒരു നാവുപിഴ കാരണം വെറുക്കേണ്ട കാര്യമുണ്ടോ? ഇതുവരെ നാവുപിഴയൊന്നും അല്ല. ഗിരിയേട്ടന് വലുത് ഈ കുഞ്ഞു തന്നെയാ. അങ്ങനെയാണെങ്കിൽ തന്നെ എന്താ? സ്വന്തം കുഞ്ഞിനോട് ചേച്ചിക്ക് അസൂയ തോന്നുന്നുണ്ടോ? വളരെ വേണ്ടപ്പെട്ട ചിലർ ജീവിതത്തിലേക്ക് വരുമ്പോ അതുവരെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവർക്ക് കൊടുക്കുന്ന മുൻഗണന കുറഞ്ഞു എന്ന് വരും. കല്യാണം കഴിയുന്നത് വരെ ചേച്ചി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് എന്നെയല്ലേ? ഇപ്പൊ അത് ഗിരിയേട്ടനായില്ലേ എന്ന് കരുതി എന്നോടുള്ള സ്നേഹം ചേച്ചിക്ക് കുറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ആ അത്രേ ഉള്ളൂ. ഒരാളെ കൂടുതൽ സ്നേഹിച്ചെന്ന് കരുതി നമ്മളോടുള്ള സ്നേഹം കുറയൊന്നുമില്ല. ഈ കുഞ്ഞ് ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാ ഇത്രയും സ്നേഹമുള്ള ഒരച്ഛനെയും അമ്മയെയും അവർക്ക് കിട്ടിയത്. ആഹാ, അപ്പോ നീയും പെൺകുഞ്ഞാണെന്ന് ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. അപ്പോ ഗിരിയേട്ടനോട് ക്ഷമിക്കല്ലേ? ക്ഷമിച്ചേ പറ്റൂ. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത പിണക്കങ്ങളും സങ്കടങ്ങളും എല്ലാം ഒഴിവാക്കണം. അമ്മ വളരെ സന്തോഷത്തോടെ ഇരുന്നാലേ ആരോഗ്യമുള്ള ഒരു കുഞ്ഞുണ്ടാവും. എന്നാലേ ഞാൻ ഇപ്പൊ തന്നെ പോയി ഗിരിയേട്ടനോട് സംസാരിച്ചിട്ട് വരാം. ഏയ് അതൊന്നും വേണ്ട. പെട്ടെന്ന് എന്ന് കോംപ്രമൈസ് ചെയ്താലേ ചേച്ചിട്ട് വെയിറ്റ് പോവും. ഇന്ന് ഗിരിയേട്ടൻ ഈ ടെൻഷനിലിരിക്കട്ടെ. ചേച്ചിയെ കരയിപ്പിച്ചതല്ലേ, അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. നാളെ കോംപ്രമൈസ് ആക്കാം. ചേച്ചിക്ക് ചെറിയ പനിയുണ്ടല്ലോ. ആ ഡ്യൂട്ടിക്കിടയിലേ കുറച്ച് മഴ കൊണ്ടിരുന്നു, അതിന്റെ ആയിരിക്കും. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ ചേച്ചി? ഞാൻ മരുന്നുണ്ടോ നോക്കട്ടെ. ചേച്ചി അവിടെ ഇരുന്നേ. നീ മഞ്ജുനോട് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാതെ ഇവിടെ നിന്നിരിക്കണോ? ചെന്നവളോട് മാപ്പ് ചോദിക്കടാ. അങ്ങനെ വെറുതെ മാപ്പി ചോദിച്ചിട്ട് കാര്യമില്ലടാ. ഞാൻ നല്ല റൊമാൻറ്റിക് ആണെന്ന് അവള് ധരിക്കുകയും വേണം. അതിനാണോ ഇവിടെ ഒന്ന് മനത്ത് നോക്കിയിരിക്കണേ? ഞാൻ നോക്കി നിൽക്കുകയല്ല, കാത്തു നിൽക്കുക. കാത്തു നിൽക്ക്. ആർക്കു വേണ്ടി? അവന് വേണ്ടിയാ കാത്തു നിന്നത്. താങ്ക് യു. വെൽക്കം. ഇതെന്തോടാ? ഐസ്ക്രീം, അതും ബട്ടർ സ്കോച്ച്. മഞ്ജുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലേവറാ. കൊള്ളാം കൊള്ളാം. അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ഇതും കൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ട. എന്താ മോളെ ഇങ്ങനെ തടസ്സം നിൽക്കുന്നേ? അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. സ്വയം കരയിപ്പിച്ചു കഴിഞ്ഞിട്ട് അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. ചേച്ചിക്ക് നല്ല പനിയുണ്ട്. അയ്യോ, ഇനി ഐസ്ക്രീം കൊടുക്കണോ? ഞാൻ അറിഞ്ഞില്ല മഹിമേ. അറിയണമെങ്കിലേ വഴക്ക് കൂടി മാറി നടന്നാ പോരാ. അതിന് വഴക്കൂടി പോയത് മഞ്ജു അല്ലേ? ഗിരിയേട്ടാ, ഒരു സ്ത്രീക്ക് ഒരുപാട് ഹോർമോണൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയാ പ്രഗ്നൻസി. അപ്പോ കുറച്ച് ഓവറായിട്ട് ദേഷ്യപ്പെടുകയോ സങ്കടപ്പെടുകയോ ഒക്കെ ചെയ്യുന്നു വരും. അപ്പൊ അവരെ ആശ്വസിപ്പിച്ച് കൂടെ നിർത്തുക നല്ലൊരു ഭർത്താവ് ചെയ്യേണ്ടത്. അല്ലാതെ രക്ഷപ്പെട്ട് ഓടുകയല്ല. സോറി. ഞാൻ ചേച്ചിക്ക് മരുന്ന് വാങ്ങാൻ ഇറങ്ങുമായിരുന്നു. വേണ്ട, ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. മരുന്നിന്റെ പേര് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി.
ഈ ജംഗ്ഷനിൽ തന്നെ ഫാർമസി ഉണ്ടേ. ആ എനിക്കറിയാം. പാവം, എന്ത് നിഷ്കളങ്കായ മനസ്സാവന്റെ അല്ലേ? മതി മതി കൂട്ടുകാരനെ പൊക്കിയത്. വാ ഇങ്ങോട്ട്. ദാ, ഇത് ഫ്രിഡ്ജിലങ്ങ് വെച്ചേക്ക്. ഇത് അവർക്ക് കൊടുക്കാണ്ട് നമുക്ക് കഴിക്കാം. എന്തായിടൂ? പോയി സാറേ. ഇനി ഒന്നും നോക്കാനില്ല. ഗിരി തിരിച്ചു വരുന്നതിന് മുമ്പ് ആ വീട്ടിൽ കയറി എല്ലാത്തിനും അങ്ങ് തീർത്തേക്ക്. ഇനി ഒരുത്തനും ഗോപാൽജിക്കെതിരെ ശബ്ദം ഉയർത്താണ്ട് ധൈര്യം ഉണ്ടാവരുത്. ശരി ഗോപാൽജി. ചേച്ചിക്ക് ഞാനൊരു ഉറക്കഗുളിക കൊടുത്തു. നന്നായിട്ടൊന്ന് ഉറങ്ങിയ ക്ഷീണം മാറും. എന്തായാലും ചേച്ചിക്ക് അസുഖമാണെന്ന് കേട്ടപ്പോഴേക്കും മരുന്ന് വാങ്ങാൻ ഗിരിയേട്ടൻ പാഞ്ഞു പോയല്ലോ. അതൊരു നല്ല ഭർത്താവിന്റെ ലക്ഷണം. ആ, അതൊക്കെ മഞ്ജുവിന് അറിയാം. വെറുതെ ഓരോന്ന് പറഞ്ഞിട്ടേ മഞ്ജുവിന്റെ മനസ്സുമാരാണ്ടിരുന്നാ മതി. അത് ശരി. ഇപ്പൊ കുറ്റക്കാരി ഞാനായോ? ഞാൻ ഒരിക്കലും എന്റെ ചേച്ചിക്ക് ദോഷം വരുന്ന ഒന്നും സംഭവിക്കാൻ സമ്മതിക്കില്ല. അത് ബാക്കിയുള്ളവരെ കൂടി തോന്നണ്ടേ? അങ്ങനെ ബാക്കിയുള്ളവരെ വിശ്വസിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഓ, ചേച്ചി കിട്ടിയപ്പോ ഭർത്താവിന് വേണ്ട. നമ്മളൊരു കറിയപ്പില്ല. പിന്നെ അങ്ങനെ തന്നെ. ഓ, വക്കീലെ, നീയൊക്കെ കേറിയിരിക്കുന്നതേ ഒരു മൈസ്രേറ്റിന്റെ വീട്ടിലാ. പിടിക്കപ്പെട്ടാലുള്ള അവസ്ഥ എന്താണേ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞങ്ങളെ പിടിക്കണമെങ്കിൽ സാക്ഷികൾ വേണ്ടേ? നിങ്ങളെ ആരെങ്കിലും ഞങ്ങൾ ജീവനോടെ വിട്ടാലല്ലേ? അടിക്കണം. അടിക്കണം. കാണിച്ച് അയ്യോ